ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമുക്ക് ചക്കയുടെ സീസണിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചക്കയും ചിക്കനും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ചക്ക ബിരിയാണി എന്നൊക്കെ വിളിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്, ഒരു നാടൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ചിക്കനും ചക്കയും കൂടി മിക്സ് ചെയ്യാൻ പാകത്തിനുള്ളൊരു പാത്രം എടുക്കണം. ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് ഒരു 3 സവാള കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ സവാള ഏകദേശം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലോട്ട് വെളുത്തുള്ളി ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ വെളുത്തുള്ളി കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം. കാരണം നമുക്ക് ചക്കയും ചിക്കനും നല്ല ഗ്യാസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വയറിന് പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് ഒരു 2-3 പച്ചമുളക് കീറിയതും കൂടെയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമുക്കതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ ഒരു 2-3 സ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 2 സ്പൂണോളം മുളക് പൊടി, അതുപോലെ 2 സ്പൂൺ ചിക്കൻ മസാല, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സ്പൂണല്ല കേട്ടോ ചേർത്ത് കൊടുത്തത്, ടേബിൾ സ്പൂണാണ് കേട്ടോ. അപ്പോൾ അതെനിക്കൊന്ന് മാറിപ്പോയിട്ടുണ്ട്. ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന പൊടികളൊക്കെ. അപ്പോൾ കരിഞ്ഞു പോവാതെ നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെയും അതുപോലെ തന്നെ ചക്കയുടെയും ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല ചക്കയാണ് കൂടുതൽ വേണമെന്നുള്ളതെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ചിക്കൻ ചേർക്കണ സമയത്ത് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസായിട്ട് രണ്ടാമത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതിനേക്കാൾ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പ്, ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഏകദേശം കുറച്ച് വേവൊക്കെ നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്കിതിലോട്ട് ആവശ്യാനുസരണം ചക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചക്ക ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളവും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കേണ്ടത് നമുക്ക് നന്നായിട്ട് കുഴഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചിക്കൻ്റെയും ചക്കയുടെയും ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ അത്യാവശ്യം കുഴയണ ഭാഗത്തിന്, ഒരുപാട് അങ്ങ് കുഴയണ ഭാഗത്തിനല്ല എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ്റെയും ചക്കയുടെയും താഴെ വരുന്ന ഭാഗത്തിനാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കനും ചക്കയും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ ഏകദേശം വെന്ത് വരുന്നുണ്ട്. നമുക്കിതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം. അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് പച്ചമുളക്, അതുപോലെ തന്നെ മുളക് പൊടി, മസാലകളൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ചിരകിയ തേങ്ങ ഒരു ഗ്ലാസ്സോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒരു 3/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി കുറച്ച് ചേർത്തേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടായി, തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായി ഡ്രൈ ആവണ വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിലും കുഴയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വെള്ളം ചേർക്കുന്ന സമയത്ത് കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പി തന്നെയാണ്. അതുപോലെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.